നമ്മുടെ കയ്യിൽ ഇന്നൊരു സ്കൂട്ടർ ഉണ്ട്. യമഹയുടെ ഫാസിനോ 125 എന്നുള്ളൊരു സ്കൂട്ടറാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്കൂട്ടർ വരുന്നത്. ഇത് ലേറ്റസ്റ്റ് കളറാണ് കേട്ടോ. ലേറ്റസ്റ്റ് കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്നല്ല, ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് സ്കൂട്ടറിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇപ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത്. മൊത്തം മാറ്റ് ബ്ലാക്ക് റെഡ് കളറാണ് സ്കൂട്ടറിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. DRL ആണിത്. DRL ഉണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ് വരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ എല്ലാം ഹാലോജനാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സെൻറ്ററിലായിട്ടാണ് DRL വരുന്നത്. മേലെ ബ്രൈറ്റും താഴെ ഡിമ്മുമായിട്ടാണ് വരുന്നത്. ഹാലോജനാണ് ഇൻഡിക്കേറ്റർ ബൾബും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിലായിട്ടാണ് നമ്പർ പ്ലേറ്റിനുള്ള ഒരു പ്രൊവിഷൻ വരുന്നത്. ഇനി നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ മെറ്റലാണ് ഇതിൻ്റെ മഡ് ഗാർഡ് വരുന്നത്. ഈ മഡ് ഗാർഡ് മാത്രമേ മെറ്റലായിട്ടുള്ളൂ. മഡ് ഗാർഡ് മെറ്റലാണ്. അത് കൂടാതെ ഇതിൻ്റെ ടയർ വരുന്നത്, ഫ്രണ്ടിലെ ടയർ വരുന്നത് ഒരു 90/12 ഇപ്പോൾ ഫ്രണ്ടിലെ ടയർ വരുന്നത്. ഒരു 190 mm ഡിസ്കും കൂടി കമ്പനി വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു ലുക്ക് വരുന്നത്. ഒരു ഇൻഡിക്കേറ്ററും കൂടി നമുക്കൊരു LED ആക്കാവുന്നൊരു സജഷൻ നമുക്കുണ്ട്. അപ്പോൾ നല്ലൊരു സീറ്റിംഗ്, ഒരു സീറ്റ് നീളമുള്ളൊരു സീറ്റാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ സൈലൻസറിൻ്റെ മഫ്ലറൊക്കെ കമ്പനി ആ ഡിസൈനോട് ചേരുന്ന രീതിയിൽ തന്നെ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഫാസിനോയുടെ ഏറ്റവും ടോപ്പ് മോഡൽ S ആണ്. റിയർ വീല് വരുന്നതും ഏകദേശം 90 വരുന്നത്. അതുകൂടാതെ ബാക്കിൽ വരുന്ന ഒഴുകി ഇറങ്ങുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെയിൽ ലാമ്പിൽ വരുന്നതും LED അല്ല, ഹാലോജനാണ്. ബാക്കിൽ നമ്പർ പ്ലേറ്റിനുള്ള പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇൻഡിക്കേറ്റർ ഓറഞ്ച് കളറല്ല, ഇതിൽ തന്നെ വരുന്ന കളറാണ് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പാർക്ക് ലാമ്പാണ്. ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ഇനി നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് തെളിയുകയുള്ളൂ. അപ്പോൾ എല്ലാ ടൈമിലും ഈ DRL കത്തുമ്പോൾ പാർക്ക് ലാമ്പും കൂടിയും ഏകദേശം കത്തി തന്നെ കിടക്കും. സീറ്റെല്ലാം നല്ല ലെതർ ഫിനിഷുള്ള സീറ്റ് കാര്യങ്ങൾ മാത്രമല്ല, ഫ്രണ്ടിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കവർ ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. അതുകൂടാതെ ഇതിൻ്റെ മീറ്റർ കൺസോള് സ്പെഷ്യൽ എഡിഷൻ അതിൻ്റെ പേരിൽ ഡിജിറ്റൽ കൺസോളാണ്. മാത്രമല്ല സ്റ്റാൻഡേർഡ്, ഡ്രമ്മല്ലാത്ത എല്ലാത്തിനും സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കൂടാതെ നമുക്ക് മാറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കീ ഇടത്തോട്ടൊന്ന് തിരിച്ചാലാണ് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുക. ഇതിൽ വലിയ ആർഭാടം കാര്യങ്ങളൊന്നുമില്ല. പെട്രോളൊക്കെ ഇതുപോലെ തന്നെയാണ്. മാത്രമല്ല ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഹൈബ്രിഡ് സ്കൂട്ടറാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ ഒഴിക്കുന്ന സാധാരണ പോലെയാണ്. ഏകദേശം പുറത്തുനിന്നുള്ളൊരു ചെറിയൊരു ഓപ്പണിങ് കാര്യങ്ങളൊന്നുമില്ല. അത് കൊടുക്കാമായിരുന്ന ഒരു സജഷൻ കൂടിയുണ്ട്. ഹെൽമെറ്റ് കമ്പനി ഇതിനോടൊപ്പം തന്നെ തരുന്നുണ്ട്, ഡീലർ തരുന്നതാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ പലവിധ മോഡലിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്പെഷ്യൽ എഡിഷന് തൊട്ട് താഴെയുള്ള മോഡലാണിത്. അപ്പോൾ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡിഷൻ പോലെ അല്ല, ഇതൊരു ഫിനിഷ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, സെയിം തന്നെയാണ്. ഇത് ഫുള്ള് മാറ്റ് ഫിനിഷ് വരുന്നത് നേവി ബ്ലൂ കളറിലാണ് ഇത് വരുന്നത്. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ LED താഴെ പാർക്ക് ലാമ്പ് LED ആണ്, പക്ഷേ സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് ഹാലോജനാണ്. ഇൻഡിക്കേറ്റർ ഹാലോജനാണ്. ഹെഡ്ലൈറ്റ് വരുന്നത് ഇതിൻ്റെയും LED ആണ്. അപ്പോൾ ബാക്കി വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ കണ്ട സ്പെഷ്യൽ എഡിഷൻ ഇത് തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ഈ ഭാഗം വരുന്നത് ഗ്ലോസിയാണ്. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അടുത്ത വണ്ടിയിൽ ഇതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം ഗ്ലോസിയാണ്. പിന്നെ മാത്രമല്ല മിററിൻ്റെ ഭാഗമൊക്കെ ഗ്ലോസിയാണ് വരുന്നത്. ഇത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. മാറ്റ് ഫിനിഷിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് അഴുക്കായാലും സ്ക്രാച്ച് ആയാലും പെട്ടെന്ന് അങ്ങോട്ട് കയറി ഏൽക്കില്ല. അപ്പോൾ കുറച്ചുകൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാറ്റ് തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഡിസ്കും സെയിം തന്നെയാണ്. വീലിന് കളറ് ബ്ലാക്ക് ആയിരിക്കും. അത്രയേ ഉള്ളൂ സ്പെഷ്യൽ എഡിഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതും LED തന്നെയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. മിററിൻ്റെ സൈഡിൽ ഒരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഇടത്തെ ഭാഗത്ത് വരികയാണെങ്കിൽ ഡിം ബ്രൈറ്റ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോൺ. വലത്തെ ഭാഗത്താണെങ്കിൽ ഹൈബ്രിഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് സെപ്പറേറ്റ് ആണ്. കാരണം കീ തിരിക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, DRL മാത്രം. നമുക്കിനി ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്വിച്ചാണ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടർ മോട്ടോറില്ല, ഓൾട്ടർനേറ്ററിലോട്ട് തന്നെ കറണ്ട് പാസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്ററിന് തന്നെ ഒരു ഡൈനാമല്ല സ്റ്റാർട്ടർ മോട്ടറായിട്ട് വർക്ക് ചെയ്യിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ക്രാങ്ക് കറക്കി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിന് കൂടാതെ യൂണി ബ്രേക്കും കൂടി ഉണ്ട്. ഇപ്പോൾ റിയർ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും കൂടി ഒരു 40% അപ്ലൈ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു എൻജിനീയറിങ് വന്നിരിക്കുന്നത്.
നമുക്ക് ഈ ഭാഗത്ത് തന്നെയാണ് സീറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. കീ ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് തിരിച്ചാൽ മതി. ഈ സ്കൂട്ടറിൻ്റെ ഹൈബ്രിഡ് സ്കൂട്ടറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസാണ്. പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പിൽ തൊട്ടടുത്തായിട്ട് കാണുന്ന ഇതിപ്പോൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാണുന്ന തന്നെ നമ്മുടെ പണ്ട് സ്കൂട്ടേഴ്സ് എങ്ങനെ വന്നിരുന്നു അതേപോലെ തന്നെയാണ്. അതുകൂടാതെ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മോട്ടോറും കാര്യങ്ങളും ടാങ്കിലുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നോർമൽ ഒരു ഹെൽമെറ്റ് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഏതെങ്കിലും ഡോക്യുമെൻ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റെയിൻ കോട്ട് വെക്കാനുള്ള സ്പേസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു മോഡൽ വരുന്നുണ്ട്. അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വേറൊരു ഡീറ്റെയിലും കൂടി ഞാൻ കാണിച്ചു തരാം. ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യാം. വിളിക്കുന്ന ആളെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ആൻസർ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടോക്ക് ബാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്നാൽ നമുക്കറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മൾ പിടിക്കുമ്പോൾ കത്തുന്നത് സാധാരണ ഒരു ബൾബാണ് ഇതിൽ ബാക്കിൽ വരുന്നത്, സ്റ്റോപ്പ് ലാമ്പിൽ വരുന്നത്. ഇപ്പോൾ ഫാസിനോ എന്നുള്ള ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ, ഫാസിനോ എസ് എന്നുള്ള ബാഡ്ജിങ് ഇല്ല. മഫ്ലർ അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് മഫ്ലർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ഏരിയയിലാണ് ബാറ്ററി കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വ്യത്യാസങ്ങൾ, ഇനി മറ്റ് വണ്ടികളായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോൾ ഇതിൽ തന്നെ ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്, ഹാലോജൻ ബൾബ് വരുന്നുണ്ട്. ആ വ്യത്യാസം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കീ തിരിക്കുമ്പോൾ DRL മാത്രമല്ല സൈഡ് സ്റ്റാൻഡിന് സെൻസറും കൂടി ഉണ്ട്. അതിൻ്റെ പേരിൽ തന്നെ സൈഡ് സ്റ്റാൻഡ് ഓൺ ആയിരിക്കുമ്പോൾ വണ്ടി എന്താ പറയുക സ്റ്റാർട്ടാവില്ല. ഈ കാണുന്നതാണ് നമുക്ക് LED വരുന്നത്. എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. DRLൻ്റെ തൊട്ട് മേലെയിട്ട് LED ഞാൻ മാക്സിമം സൂം ചെയ്ത് നിർത്തിട്ട് നമ്മുടെ പണ്ടത്തെ ബ്രൈറ്റ് ലൈറ്റൊക്കെ ഉണ്ടായ പരിപാടിയാണ് ചെറിയൊരു ലൈറ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത്. ഇതിൽ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലോജൻ ആയിരിക്കും. മാത്രമല്ല ഗ്ലോസി ഫിനിഷ് അല്ല, ക്രോം ഫിനിഷാണ് ഹെഡ്ലൈറ്റിനൊക്കെ കൊടുത്തിരിക്കുന്നത്. DRL ഇൻഡിക്കേറ്ററിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഹാലോജൻ ബൾബിലാണ് നമുക്ക് DRL ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ ഇല്ല, കാരണം ഹെഡ്ലൈറ്റ് ഓൾറെഡി ഓണായി കിടക്കും. മാത്രമല്ല ഇത് ഹൈബ്രിഡ് സ്കൂട്ടർ തന്നെയാണ്. ബാക്കി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ഇതുണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല. LED ക്ലസ്റ്ററുകൾ LED ആയിരിക്കില്ല, ഇതേപോലെ അനലോഗ് ആയിരിക്കും. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ സൈഡ് സ്റ്റാൻഡ് ഒരു തട്ടിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് സ്റ്റാർട്ടാവില്ല. അതിൽ സ്വിച്ച് വരുന്നുണ്ട്. അതിപ്പോൾ BS6 വണ്ടികൾക്ക് ഒട്ടുമിക്കാറും വണ്ടികൾക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് മീറ്റർ കൺസോൾ വരുന്നത്, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, പിന്നെ അത് കൂടാതെ ഫ്യൂൽ ഗേജും കൂടി വരുന്നുണ്ട്. ഡിജിറ്റൽ മീറ്റർ ഇത് കുറച്ചും കൂടിയും ആക്യുറസി കൂടുതലാണ്. അനലോഗിന് കുറച്ച് ആക്യുറസി കുറയും, എന്നാൽ പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്പർ പ്ലേറ്റിനുള്ള പ്രൊവിഷൻ, ഹാലോജൻ ബൾബ്. ഇനി ഇതിൻ്റെ മഡ് ഗാർഡ് വരുന്നത് മെറ്റൽ തന്നെയാണ്. ബ്രേക്ക് വരുന്നത് ഡ്രമ്മാണ്, മറ്റേത് ഡിസ്ക് ആയിരുന്നു, ഇത് ഡ്രമ്മാണ്. ഇതിന് ഏകദേശം ഇപ്പോൾ 1,04,000 അപ്പോൾ ഓണം സംബന്ധിച്ച് ഓഫറൊക്കെ ഉള്ളതിൻ്റെ പേരിൽ 1,00,000 രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി. ഗ്ലോസി കണ്ടില്ലേ, ഇവിടെയൊക്കെ ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനപ്പുറത്തുള്ള റെഡും ഞാൻ കാണിച്ചു തരാം. ഇത് ഫാസിനോ S തന്നെയാണ്. ഇത് തൊട്ട് മോഡൽ, നമ്മൾ നേരത്തെ കാണിച്ച മോഡലിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മോഡലാണ്. മുന്നേ ഉള്ള മോഡൽ എന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങിയ മോഡൽ. അതിന് ശേഷമാണ് റെഡിൻ്റെ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്ത് ഇറക്കിയത്. ഇതിൻ്റെ സൈഡിലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. എന്താ പറയുക, സെൻറ്ററിൽ വരുന്ന പാർട്ടൊന്നും ഇതെല്ലാം ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷാണ്. ബാക്കിയെല്ലാം ഒരു ഗ്ലോസി ഫിനിഷിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് വരുന്നത് ബ്രൗൺ കളറ്, ഒരു ലെതർ ഒരു ഇത് ടച്ച് വരുന്നതാണ്. നമുക്ക് കണ്ടാൽ ലെതറാണെന്ന് തന്നെ തോന്നുള്ളൂ, പക്ഷേ ആർട്ടിഫിഷ്യൽ ലെതറാണത്. അതുകൂടാതെ നിങ്ങൾ ഈ ഭാഗം കാണുന്നതാണ്, സെൻറ്ററിൽ കാണുന്നതാണ് ബാറ്ററിയുടെ ഏരിയ വരുന്നത്. ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ ഇതിൽ കാണാൻ സാധിക്കില്ല, കാരണം ബ്ലൂടൂത്ത് വഴി ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇപ്പോൾ ബ്ലൂടൂത്ത് ഓപ്ഷനൊക്കെ ഉപയോഗിക്കാത്തവർക്ക് എന്താ പറയുക, ലാഭം ഏറ്റവും ബേസ് മോഡൽ തന്നെയാണ്. ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ കാണാം. പെട്രോൾ ടാപ്പിൻ്റെ നേരെ മുകളിൽ കാണുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത്. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത് കൂടാതെ വെക്കുന്ന ഓൾറൗണ്ട് ഗാർഡ്, പിന്നെ ലേഡീസ് ഹാൻഡിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ബ്ലൂടൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതാണ് ബ്ലൂടൂത്തിൻ്റെ, അത് നമുക്ക് നോർമൽ വണ്ടിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. സീറ്റ് കവറൊക്കെ കഴിയുന്നതും എന്താ പറയുക, പുതിയ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ പുതിയത് അടിക്കുന്നത് തന്നെ. അത് ഏത് വണ്ടി മേടിച്ചാലും നമുക്ക് പുതിയ സീറ്റ് കവർ അടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ പറയുക, പുറത്ത് വെച്ചിട്ട് എന്തായാലും പൂച്ചമാന്തൽ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ആളുകളെ കലാപരിപാടികൾ
ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് സീറ്റിനെ സംരക്ഷിക്കാം. അപ്പോൾ ഈ ഒരു സീറ്റ് കവർ കുറച്ചും കൂടിയും എന്താ പറയുക കോസ്റ്റ്ലിയാണ്. നല്ല ഫിനിഷിൽ വരുന്ന സീറ്റ് കവറാണ്. ഇതിൻ്റെ എല്ലാം ഡിജിറ്റൽ കൺസോൾ തന്നെയാണ്. അപ്പോൾ ഇതും ഞാൻ ആദ്യം കാണിച്ച വണ്ടിയും ഏകദേശം ഒരേ മോഡൽ തന്നെയാണ്, ഫാസിനോ എസ് തന്നെയാണ്. അപ്പോൾ ആദ്യം കാണിച്ചത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്.